എറണാകുളം എടയാർ വ്യവസായ മേഖലയിലെ മൃഗക്കൊഴുപ്പ് സംസ്കരണശാലയിൽ മിനി ബോയിലർ പൊട്ടിത്തെറിച്ച് തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശി വിക്രം പ്രധാനാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. നിങ്ങൾ പരിശോധിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് ഒരേ വർഷം എത്ര പേരാണ് ഇൻഡസ്ട്രി ഏരിയയിൽ ചെറുകിട കമ്പനികളിൽ എത്ര പേര് മരിക്കേണ്ടത് നിങ്ങൾ നോക്കിയോ. ഈ വേണ്ടത്ര സേഫ്റ്റി ഉണ്ടെങ്കിൽ ആ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയാലാ. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല. ഫയർ ഉണ്ടില്ല. ഈ ബോയിലർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയറും വേണ്ടേ? ഈ കമ്പനിയിൽ എവിടെയെങ്കിലും ഫയറിൻ്റെ ഒരു പൈപ്പ് ഉണ്ടാകുന്ന നോക്കിയോ. ആ പൈപ്പ് പോലും ഇല്ല. പിന്നെ ഈ സംഭവം നടന്ന് ആ കംപ്ലീറ്റ് തെളിവുകളും നശിപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കമ്പനി ഉടമസ്ഥ ഇവരെ കൊല്ലാൻ കൊന്നു തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. വൈഎസ് അഭിനന്ദനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. കൊച്ചിയിൽ നിന്ന് അഭിനന്ദ വിവരങ്ങൾ. ഇപ്പോൾ എറണാകുളം ഇടയാറിൽ ആ പരിക്കേറ്റ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 50% പൊള്ളലേറ്റ ആളിന് ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇന്നലെ രാത്രി 11:30 ഈ സംഭവം ഉണ്ടായത്. ഇടയാർ ട്രേഡ് ലിങ്ക് എന്ന് പറയുന്ന ഫാക്ടറിയിലാണ് ഇത്തരത്തിലേക്ക് ബോയിലർ പൊട്ടിത്തെറിച്ചുകൊണ്ട് അപകടം ഉണ്ടായത്. അവിടെ ആ സമയത്ത് 4 തൊഴിലാളികളായിരുന്നു ഉണ്ടായത്. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിലേക്ക് വലിയ മർദ്ദം ബോയിലറിൽ ഉണ്ടാവുകയും അത് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഈ ഒരു തൊഴിലാളി മരിച്ച നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിന് അപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനെ തുടർന്ന് നാട്ടുകാരുടെ ഭാഗത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഈ ചെറുകിട വ്യവസായത്തിനെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉന്മേഷ്. ശരി, വൈഎസ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.